നമസ്കാരം. പ്രധാന വാർത്ത. നെയ്യാറ്റിൻകര അഴിമതിയുടെയും അനാസ്ഥയുടെയും കറുത്ത നിഴലിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി ശ്വാസം മുട്ടുകയാണ്. നഗരസഭയുടെയും എം.എൽ.എയുടെയും മൂക്കിനു താഴെ നടക്കുന്ന ഈ ജനദ്രോഹ നടപടികൾ അതിരുവിടുന്നു. പൂവാർ മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ ഈ മഹാപ്രസ്ഥാനം ഇന്ന് മരണക്കെണിയായി മാറിയിരിക്കുന്നു. ഇവിടേക്ക് ചികിത്സ തേടി വരുന്നവർ രോഗം മാറി വീട്ടിലേക്ക് പോകുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ടെന്നതാണ് അവസ്ഥ. ഡോക്ടർമാരില്ല, ഉള്ളവരാകട്ടെ അവധിയിൽ. ആശുപത്രിയിലെ ഏറ്റവും വലിയ ദുരന്തം ഡോക്ടർമാരുടെ അഭാവമാണ്. ജനങ്ങൾ പനിച്ച് വിറച്ച് ആശുപത്രി വരാന്തകളിൽ വീഴുമ്പോഴും ഒ.പിയിൽ ഡോക്ടർമാരില്ല. മനഃപൂർവ്വം ഡോക്ടർമാരുടെ എണ്ണം കുറച്ച് രോഗികളെ വലയ്ക്കുന്ന പ്രവണതയാണ് ഇവിടെയുള്ളത്. അടിയന്തര ചികിത്സ തേടി എത്തുന്നവർക്ക് പോലും സൂപ്പർ ആയുസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണാൻ ഭാഗ്യം ലഭിക്കൂ. പെട്ടി വാങ്ങാൻ തയ്യാറെടുക്കേണ്ട ഗതികേട് ഇങ്ങനെയാണ് പോക്കെങ്കിൽ, ഓരോ വീട്ടുകാരും തങ്ങളുടെ രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പെട്ടി കൂടി വാങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് കാര്യങ്ങൾ ചെന്നു നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ ആശുപത്രി ഭരണ സംവിധാനത്തിന് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കലാണോ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഴിമതിയുടെ ആസ്ഥാനം. നശിക്കുന്ന കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ നല്ല കെട്ടിടങ്ങൾ പോലും നശിപ്പിക്കുന്നത് പുതിയ നിർമ്മാണ കരാറുകൾ വഴി അഴിമതി നടത്താനാണെന്ന ആരോപണം നാട്ടുകാർ പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. നഗരസഭയും എം.എൽ.എയും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. ഭരണസംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ഈ പകൽ കൊള്ളയ്ക്ക് നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരുന്നു. മാറ്റേണ്ട സമയം അതിക്രമിച്ചു ജനങ്ങളെ പീഡിപ്പിക്കുകയും അഴിമതിക്ക് പച്ചക്കൊടി കാട്ടുകയും ചെയ്യുന്ന ഇത്തരം ഒരു ഭരണസംവിധാനത്തെ നെയ്യാറ്റിൻകരയിൽ നിന്നും ആദ്യം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ചോദിച്ചു വരുമ്പോൾ കാട്ടിയ വിനയം ഇന്ന് കാണാനില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ഭരണകർത്താക്കളെയും ഈ ദുഷിച്ച ആശുപത്രി സംവിധാനത്തെയും പിഴുതെറിയാൻ ജനങ്ങൾ കൈകോർക്കേണ്ടി വരും. അധികാരികളെ, ഒരു ജീവൻ കൂടി പൊലിയുന്നതിന് മുൻപ് ഈ മരണപ്പുരയെ ആശുപത്രിയാക്കി മാറ്റാൻ തയ്യാറാകുമോ?